വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളെ ബൈക്ക് ഫുള്ള് മഴത്തോടിയിട്ട് ഫുൾ ചളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബൈക്ക് ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബൈക്ക് വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മൾ പൈപ്പൊക്കെ തുറന്നിട്ടുണ്ട്. ചിലവർ പൈപ്പ് എന്ന് പറയും, ചിലവർ ഓസ് എന്നും പറയലുണ്ട്. നിങ്ങളെന്താ പറയുകയെന്ന് കമൻറ്റ് ഇടുക. അങ്ങനെ നമ്മൾ ബൈക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ബൈക്കിലൊരു സംഭവം കണ്ടത്. നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ മീറ്ററിൽ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ക്രാക്കിൻ്റെ ഉള്ളിലൂടെ വെള്ളം കയറുന്നുണ്ട്. നല്ല വെയിലൊക്കെ തട്ടിയിട്ട് ചെറുതായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൊക്കെ നല്ല വെയിലൊക്കെ തട്ടിയിട്ട് ഫുൾ കുത്തു വന്നിട്ട് നല്ല ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മീറ്റർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു മീറ്റർ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ കിലോമീറ്റർ ഒക്കെ പോവും. അതാണ് ഒരു പ്രശ്നം. ബൈക്ക് ഇപ്പോൾ ഏകദേശം 5 വർഷമായല്ലോ. അപ്പോൾ ഈ ഒരു മീറ്റർ കേസ് അതുപോലെ തന്നെ നമ്മൾ ആക്സിലേറ്ററിൻ്റെ ഗ്രിപ്പൊക്കെ ഓൾഡ് ആയിട്ടുണ്ട്. അതിന്മേന്ന് ചെറിയ പൊടിഞ്ഞു പോയിട്ട് അതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ മീറ്റർ കേസിൻ്റെ അവിടെ ചെറിയൊരു ഹോള് വീണിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീറ്റർ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാതെ അതിൻ്റെ മീറ്ററിൻ്റെ ആ കേസ് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു മീറ്റർ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡിൽ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മീറ്റർ കേസ് മാറ്റാനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളെ ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്യാണ്. ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് വയേഴ്സ് ഉണ്ട്. ഈ ഒരു വയേഴ്സൊക്കെ നമ്മൾ ഡിറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു മീറ്റർ കേസിൻ്റെ നട്ട് നമ്മൾ ഊരുണ്ട്. ഈ ഒരു മീറ്റർ കേസിൻ്റെ നട്ട് ഉള്ളിൽ നിന്നാണ് നമുക്ക് ഊരാൻ പറ്റുക. അങ്ങനെ നമ്മൾ വയേഴ്സൊക്കെ ഡിറ്റാച്ച് ചെയ്തിട്ട് മീറ്റർ കേസ് കംപ്ലീറ്റ്ലി ഊരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മീറ്റർ വരുന്നത്. നമ്മളെ മീറ്ററിൻ്റെ ഉള്ളിൽ കുറേ നട്ടും സ്ക്രൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ റിമൂവ് ചെയ്യാണ്. നമ്മളെ ബൈക്ക് കണ്ടോ, ഹെഡ്ലൈറ്റ് ഒക്കെ താത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മീറ്റർ കേസ് ഒന്നും ഇല്ലാത്തൊരു ലുക്ക് കണ്ടോളി. മീറ്റർ കേസിൻ്റെ അവിടെ ഒക്കെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മീറ്റർ സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഇതാണ് നമ്മളെ മീറ്റർ കേസ് വരുന്നത്. ഇതിനകത്ത് ആ ക്രാക്കിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറിയിട്ട് ഒരുപാട് വെള്ളം ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇതാണ് നമ്മളെ മീറ്റർ വരുന്നത്. ഇതാണ് നമ്മൾ പുതിയതായിട്ട് മാറ്റാൻ പോകുന്ന മീറ്റർ കേസിൻ്റെ ഷെല്ല് വരുന്നത്. ഇതായിരുന്നു നമ്മളെ പഴയ മീറ്റർ കേസ് വരുന്നത്. ഈ ഒരു ക്രാക്കിൻ്റെ ഉള്ളിലൂടെ ഫുള്ള് വെള്ളം കയറിയിട്ട് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ നമ്മൾ പുതിയ മീറ്റർ കേസ് ഇടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു സിലിക്കണിൻ്റെ ഗമ്മാണ്. സിലിക്കണിൻ്റെ ഗമ്മ് നമ്മൾ ചുറ്റുഭാഗം തേച്ച് കൊടുത്തിട്ടാണ് മീറ്റർ കേസ് ഫിറ്റ് ചെയ്യുന്നത്. ഗമ്മ് തേച്ചതിന് ശേഷം നമ്മൾ മീറ്റർ കേസ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മീറ്റർ കേസ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ തിരിച്ച് ബൈക്കിലേക്ക് ഫിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ മീറ്റർ കേസ് ചേഞ്ച് ചെയ്തപ്പോൾ ശരിക്കും പുതിയൊരു മീറ്റർ വെച്ച പോലെ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് നമ്മളെ വയേഴ്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രൂ ഡ്രൈവേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും ഒരു പുതിയ മീറ്റർ വെച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ ബൈക്ക് എന്ന് പറഞ്ഞാൽ 40,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മീറ്റർ മാറ്റുകയാണെങ്കിൽ പുതിയ മീറ്റർ എന്ന് പറഞ്ഞാൽ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ സ്റ്റോക്ക് കിലോമീറ്റർ ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു മീറ്റർ കേസ് മാത്രം ചേഞ്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറിജിനൽ മീറ്റർ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് മുതലുള്ള മീറ്ററിൽ അതേ കിലോമീറ്ററിൽ നമ്മളെ മീറ്റർ കേസ് മാത്രം ആ ഡാമേജ് ആയ മീറ്റർ കേസ് മാത്രമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നമ്മളെ കിലോമീറ്റർ ഒന്നും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഓൺ ആക്കുമ്പോൾ നമ്മളെ പഴയ സ്റ്റോക്ക് കിലോമീറ്ററിന് ആയിട്ടുള്ള നമ്മൾ അതേ പഴയ മീറ്ററിൽ നമുക്ക് വെറും മീറ്റർ കേസ് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു പുതിയ മീറ്റർ പോലെ ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ മീറ്ററൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെഡ്ലൈറ്റ് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഹാൻഡിൽ ഗ്രിപ്പ് ചേഞ്ച് ചെയ്യണം. നമ്മളെ പഴയ ഹാൻഡിൽ ഗ്രിപ്പ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. നമ്മളെ ഹാൻഡിൽ ഗ്രിപ്പ് ഊരിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫുൾ ചളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പുതിയ ഹാൻഡിൽ ഗ്രിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ പുതിയ ഹാൻഡിൽ ഗ്രിപ്പ്. ഇനി മുതൽ നല്ല ഗ്രിപ്പ് ഉണ്ടാവും കേട്ടോ, അടിപൊളി. നമ്മൾ ഹാൻഡ് ഗാർഡ് വെച്ചുകൊണ്ട് തന്നെ നമ്മളെ ഹാൻഡിൽ ഗ്രിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കണം. കാരണം ഹാൻഡ് ഗാർഡിൻ്റെ ആ ഒരു ഹോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ സ്ക്രൂ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ KTM ബൈക്കിൻ്റെ മീറ്റർ കേസ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ ഒരുവിധം എല്ലാ KTM വർക്കും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരുവിധം എല്ലാ KTMൻ്റെ ആക്സസറീസും അവരുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സ്റ്റോക്കൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.